So hi Rajesh, welcome to ODD Play. Hi, Divya. Thank Right. you. So മരണമാസ കണ്ടു വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. Thank you. ആഹ് Thank you. അപ്പൊ ഈ മരണമാസത്തിലെ ഒരു സീരിയൽ കില്ലർ റോൾ ആണല്ലോ, പക്ഷെ അതെ, അതെ. കോമഡി ഉണ്ട്. അപ്പൊ ഉം. അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? ലൈക്ക് ഒരു സീരിയൽ കില്ലറിന്റെ ഒരു കോമഡിയുടെ ഒരു ഇത് തരുമ്പോഴുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? ആഹ് ശിവപ്രസാദ് എന്റെ സുഹൃത്താണ്, ഡയറക്ടർ ശിവപ്രസാദ്. അപ്പോ ആഹ് ഇങ്ങനൊരു സിനിമയുടെ കഥ എന്നോട് ആദ്യമേ പറഞ്ഞു തന്നു. അപ്പൊ അത് ഫണ്ണാണ്, സിജു ആണ് എഴുതുന്നത്. അപ്പൊ തന്നെ അത് ഫണ്ണായിരിക്കും എന്നുള്ളത് അറിയായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ കോമഡിയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ തന്നിട്ടില്ല. തന്നിട്ടില്ല എന്നല്ല, അങ്ങനെ ഇല്ല ആ ക്യാരക്ടറിന്. അപ്പം ഓക്കെ. അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു മീറ്റർ പിടിക്കണം എന്നായിരുന്നു ആഹ് ഇവരുടെ നിർദ്ദേശം. അപ്പൊ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ ഇതില് ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ക്ലൈമാക്സില് അതെ, അതെ. ലൈക് ഹീറോനെ നോക്കാൻ പോകുന്ന ഒരു വില്ലനെ പോലെയൊക്കെ അവസാനം വരുന്നുണ്ട്. അപ്പൊ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ഷൻ സീക്വൻസിൽ. അതെങ്ങനെയായിരുന്നു ആയിട്ട്? ഉം. ഈ ഇങ്ങനെ സ്റ്റൈലൈസ്ഡ് ആക്ഷൻസ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനു ഓക്കെ. മുമ്പും ആഹ് ചെറിയ ചെറിയ ആക്ഷൻ സീനുകളൊക്കെ ചെയ്തിട്ടുണ്ട്, മദനോത്സവം പോലുള്ള സിനിമകള്. ആം, ഇത് നമ്മുടെ കലൈ മാസ്റ്റർ ആണ് ഇതിന്റെ ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുള്ളത്. മാർക്കോ ഒക്കെ ചെയ്ത കലൈ മാസ്റ്റർ. അപ്പൊ കലൈ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക്. ഇങ്ങനെയുള്ള സ്റ്റൈലൈസ്ഡ് ആക്ഷൻ സീക്വൻസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു സന്തോഷം കിട്ടുക. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു എന്താ എക്സൈറ്റഡ് ആയിരുന്നു ആക്ഷൻ ചെയ്യുന്നതിൽ. എനിക്ക് ഇഷ്ടമാണത്. ഇപ്പൊ ഹ്യൂമർ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആക്ടേഴ്സ് കുറെ ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. ലൈക് പണ്ടത്തെ ജഗദീഷ് സാറൊക്കെ അങ്ങനെയായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് എന്തൊക്കെയായിരുന്നു രാജേഷിന്റെ ഇംപ്രൂവൈസേഷൻ? ലൈക് ഇപ്പൊ പേര് തന്നെ, പേര് എസ് കെ എന്ന് ഷോർട്ട് പറയുന്നു സീരിയൽ കില്ലറിന്. പിന്നെ ആളുടെ ലുക്ക് ഒരു ചാച്ചാജി അപ്പിയറൻസും മീശയും ഡ്രസ്സും ഒക്കെ. അപ്പൊ അതെ. എത്രത്തോളം ആയിരുന്നു രാജേഷിന്റെ ഇംപ്രൂവൈസേഷൻ ആ ക്യാരക്ടർ എസ് കെ? ആക്ച്വലി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പം ഇങ്ങനെ കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആക്ച്വലി ഡയറക്ടറിന്റെ ആക്ടറാണ്. ഡയറക്ടർ പറയുന്നത് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോ ശിവനും സിജുവിനും ഒക്കെ ശിവൻ എന്നെ നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് അവര് പറയുന്നത് ചെയ്യുക എന്നുള്ളതിലായിരുന്നു ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അങ്ങ് ഇംപ്രവൈസ് ചെയ്യാൻ ശിവൻ സമ്മതിക്കൂല. പിന്നെ എന്താ ആ അതാ എനിക്ക് എനിക്ക് എത്രത്തോളം ഇൻപുട്ട് കിട്ടുന്നോ അതിനനുസരിച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും എന്നാണ് തോന്നുന്നത്. സിജു സണ്ണിയും ശിവപ്രസാദും ആണ് ആ ക്യാരക്ടർ മെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതെ, 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 അതെ. ഇപ്പൊ രാജേഷിന്റെ പെർഫോമൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയലോഗ് ഡെലിവറി എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു ആസ്പെക്ട് ആണ്. ലൈക് താങ്കൾ പറയുന്ന രീതിയിൽ ഒരു ഒരു വ്യത്യസ്തതയുണ്ട്. ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ അത് ലൈക് അങ്ങനെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ അത് നാച്ചുറലി അങ്ങനെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നാച്ചുറലി വരുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡയലോഗ് ഡെലിവറി വളരെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡയലോഗ് ഡെലിവറിയിലാണെന്നാണ്. ഉം, ഓക്കെ. ഇതില് ഇത് കുറച്ച് ട്രിക്കി ആയിരുന്നു. എന്തായാലും നമ്മളിങ്ങനെ ഫണ്ണ് വേണം, എന്നാ ഇയാളുടെ ക്യാരക്ടർ ഒന്നും പോവാനും പാടില്ല. ഇയാൾ അവസാനമാകുമ്പോഴേക്കും ശരിക്കും ഒരു വില്ലൻ രീതിയിലേക്ക് തന്നെ മാറി വരണം എന്നുള്ളത് നമുക്ക് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമ്മുടെ ഡയലോഗിന്റെ ഒരു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഫണ്ണ് സ്ലാപ്സ്റ്റിക് ആയി മാറും. സ്ലാപ്സ്റ്റിക് തന്നെയാണ്, എന്നാലും കുറച്ച് ഓവറായി മാറും. അപ്പം അതൊരു ട്രിക്കി പരിപാടിയായിരുന്നു. അതിനെയൊക്കെ ശിവൻ എങ്ങനെയാണ് ഈ ഡയലോഗ് പറയേണ്ടത്, അത്രയും വേണ്ട, അത്ര കുറക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും കൂട്ടണം. ആദ്യമൊക്കെ കുറച്ചും കൂടി കൂട്ടണം എന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് കുറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 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 യാത്ര ചെയ്തെത്തിയതാണ് ഇപ്പൊ കാണുന്ന രീതിയിലേക്ക്. ഇപ്പൊ ബേസിൽ ജോസഫിന്റെ കൂടെ മിനി മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതിലെ ബേസിൽ ഡയറക്ടറാണ്. അതെ. രാജേഷ് കോഴി കോൺസ്റ്റബിളിന്റെ റോളിലായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ ആള് ഹീറോ ആണ്, താങ്കൾ വില്ലനാണ്. അപ്പൊ അതെ, അതിന്റെ അതെ. എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് എങ്ങനെയായിരുന്നു സിനിമയിൽ?
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറും ആക്ടറും ഒക്കെയാണ് ബേസിൽ. എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പം ഉം, ഇപ്പൊ ബേസിലും എന്റെ ഏതെങ്കിലും ഒരു കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാൻ വിളിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു കണക്ഷൻ, ഒരു റിലേഷൻ ഉള്ള ആളാണ് ബേസിൽ. അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അത് ബേസിനെ പോലെ ഇത്ര എന്താ ഇപ്പൊ കുറച്ചും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ടറുടെ കൂടെ നമുക്ക് ആ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റും. ബേസിൽ അങ്ങനെ നമ്മുടെയും കൂടെ ആ, ആ, എന്താ നമ്മളെയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കും. അങ്ങനെ ഒരു ബേസിൽ കുറച്ചധികം സഹായിച്ചിട്ടുണ്ട് ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ. അതുപോലെ തന്നെ മെന്റൽ മുരളിയിലെ സ്റ്റാർ ടൊവിനോ തോമസ് ആണല്ലോ ഇത് കോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതെ അതെ. മരണമാസ്. അപ്പോ ഒരു ആക്ടർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതില് ആക്ടേഴ്സിന് കുറച്ചും കൂടി എന്താ പറയാ ഫ്രീഡോ അല്ലെങ്കിൽ കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് മരണമാസം? തീർച്ചയായിട്ടും. ഉം, ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ഷൻ അവസാന പിന്നെ മലയാളത്തിലെ. അത് പിന്നെ ടൊവിനോ എനിക്ക് മായാനദി മുതൽ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു മായാനദിയിൽ, അന്ന് മുതൽ അറിയാവുന്ന ആളാണ്. അപ്പോ നമ്മുടെയൊക്കെ കംഫർട്ട് വളരെയധികം കാര്യമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഓരോ സീനുകളൊക്കെ ഇടയിൽ ഒരു പാതിയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വന്നിട്ട് പറയും, നന്നായിട്ടുണ്ട്, പിന്നെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, അതേപോലെ പോയിക്കോട്ടെ എന്നൊക്കെ ഉള്ളത് നമ്മളെ അന്ന് എന്താ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തും. അങ്ങനെ ആ, അങ്ങനത്തെ പ്രൊഡ്യൂസറാണ് ടൊവിനോ. ഞങ്ങൾ സപ്പോർട്ടീവ് വളരെ ഹാപ്പി ആയിരുന്നു. വളരെയധികം വളരെയധികം. ടൊവിനോ മാത്രല്ല, ടൊവിനോയുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ കൂടെയുള്ള ഇപ്പൊ ടിൻസൻ ചേട്ടനാണ് അതിന്റെ ടൊവിനോയുടെ ചേട്ടൻ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ. ടിൻസൻ ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ പ്രൊഡക്ഷൻ ഭയങ്കര ഈ എന്താ ഫിലിമിനെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഹ്യൂമറിന് നോട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് തുടങ്ങി ഇപ്പൊ ലീഡ് ആക്ടർ വരെയായി സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയായ പ്രണയകഥയിലേക്ക്. അപ്പൊ ആ ജേർണീനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനിങ്ങനെ മറ്റേ വലിയ നടനാവണം എന്ന് വിചാരിച്ചിട്ട് സിനിമയിലേക്ക് വന്ന ആളല്ല. ഞാനിങ്ങനെ പിന്നണി പ്രവർത്തകനൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ട് വന്ന. പിന്നെ അതിലിടയില് അഭിനയിക്കാനും കൂടെ ചാൻസ് കിട്ടി. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തത് ഇപ്പൊ നായകൻ വില്ലൻ വേഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത എല്ലാം ഓരോരോ ഘട്ടത്തിലും എല്ലാം സർപ്രൈസുകളാണ്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ എന്താ നല്ല വേഷങ്ങളിൽ കിട്ടുന്നതിൽ. പിന്നെ അങ്ങനെ സ്ഥിരം ഒരു ഫോർമാറ്റിൽ അങ്ങനെ സിനിമകൾ ചെയ്ത് അങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടറല്ല. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടറുകൾ ചെയ്യണമെന്നാണ് എപ്പോഴും ആഗ്രഹമുള്ളത്. അതിങ്ങനെയൊക്കെ നടക്കുന്നു. അതില് മറ്റേ എന്താ മെയിൻ ക്യാരക്ടറൊക്കെ സെൻട്രൽ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് എന്നെ പോലത്തെ ഒരു രൂപവും ഒരാൾക്ക് കിട്ടുന്നു പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ആദ്യത്തെ സിനിമയിൽ തന്നെ ചെറിയ റോളാണ് ചെയ്തെങ്കിലും like മഹേഷിന്റെ പ്രതികാരത്തിൽ ആ ജനഗണമന സീനിൽ വരുന്ന സീൻ ആക്ച്വലി ഇന്നും പോപ്പുലറാണ്. ആ ഒരു സ്ട്രെച്ച്, ആ നെല്ലിക്ക വീഴുന്ന തൊട്ട് എല്ലാം ഇന്നും പോപ്പുലറാണ്. ആ ജനഗണമന സീൻ കുട്ടികൾ പാടുന്ന വെച്ചിട്ട് അപ്പൊ ഇന്നും അതെ അതെ. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീനാണ്. അപ്പൊ അന്ന് ആ പെർഫോമൻസ് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു? ലൈക്ക് ആദ്യത്തെ റോളാണ്, അപ്പൊ എങ്ങനെയായിരുന്നു? ഈ പോത്തൻ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ അവരെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. അഭിനയിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റാണ് ദിലീഷ് പോത്തന്റെ സെറ്റ്, നമുക്കൊരു ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന നമ്മള് സ്വാഭാവികമായിട്ടും ആദ്യത്തെ സിനിമ അതിന്റെ എല്ലാ പേടിയും ഒന്നും മനസ്സിലായി പോലില്ല എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്താണ് വേണ്ടത് എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ഭയങ്കര ഗംഭീരമായിട്ട് വൃത്തിക്ക് സിനിമ ചെയ്യാൻ അറിയാവുന്ന ആളാണ് ദിലീഷ് പോത്തൻ. അപ്പൊ അതൊക്കെ കൊണ്ട് ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ അപ്പാർട്ട് ഫ്രം ആക്ടിങ് ഇപ്പൊ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ടർ ആയി കഴിഞ്ഞിട്ടും സിനിമയിൽ വിവിധ കഴിഞ്ഞിട്ടില്ല. മേഖലയിൽ ഞാനൊരു ഡയറക്ടർ കൂടിയാണ്. ഇപ്പൊ എന്റെ ഡയറക്ട് ചെയ്ത അതെ, സിനിമയുടെ അല്ല ഫൈനൽ മിക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്റെ അടുത്ത ചോദ്യമാണ്.
ഓക്കെ. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ലൈക് പിന്നെയും പിന്നെയും സിനിമയുടെ പുറകിൽ ക്യാമറയുടെ പുറകിൽ പിന്നെയും വർക്ക് ചെയ്യുമ്പോൾ ലൈക് ആക്ടർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ആ എന്ന് വെച്ചാൽ ആക്ടർ, ഞാൻ ആദ്യം ക്യാമറയുടെ പിന്നിലാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടാണ് തുടങ്ങിയത്. ആ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിച്ചത്. അഭിനയിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ദിലീഷ് പോത്തന്റെ സിനിമയില് പിന്നെ എന്താ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് പിന്നണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എല്ലാ സമയത്തും പിന്നണി പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സമയമായിട്ടുള്ളൂ ഞാൻ മറ്റേ ഇപ്പൊ ഡയറക്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് കുറച്ച് സമയം മാത്രമാണ് ഞാൻ ആക്ടിങ്ങിൽ മാത്രമായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് പിന്നണി പ്രവർത്തനം ഉണ്ടായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മള് എന്താ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ, കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ഇപ്പൊ ദിലീഷ് പോത്തന്റെ കൂടെ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ആ സ്പേസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ എന്താ അറിവുകളും പരിപാടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയത്. അത് കുറച്ച് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ് എന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആൾക്കാരെ അറിയുന്നത്. കുറെ പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റി. അതാണ് അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പിന്നെ കാര്യമാണ്, എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്ത മെയിൻ പ്രോജക്ട് ഡയറക്ടോറിയൽ വർക്കിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ, ലാസ്റ്റ് ഇപ്പൊ മിക്സിംഗിലാണെന്നല്ലേ? അതെ അതെ അതെ. ഞാനിപ്പോ മിക്സിംഗ് സ്റ്റുഡിയോ ഒന്ന് മാറിയിരിക്കുകയാണ് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട്. മിക്സിംഗ് സ്റ്റുഡിയോയിലാണ് ഞാൻ ഉള്ളത്. പെണ്ണും അതെ അതെ, പെണ്ണും പൊറാട്ടും ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും. ഒരു ആ ഒരു വ്യത്യസ്തമായിട്ട്, അതിന് മുമ്പേ ആയിരിക്കാനാണ് സാധ്യത. ഡേറ്റ് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. നമ്മുടെ എന്താ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും, എല്ലാവർക്കും കാണാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും. കുറച്ച് പുതിയ കാഴ്ചകളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും. കുറെ പുതിയ ആക്ടേഴ്സും കുറെ പുതിയ മൃഗങ്ങളും ഒക്കെ ഉള്ള. ഫുൾ ലെങ്ത് ഫിലിം ഡയറക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതൊരിക്കൽ എല്ലാവരും അറിഞ്ഞിരിക്കണം. അല്ല, ഉദ്ദേശിച്ചത് ഭയങ്കര സ്ട്രെയിൻവേഴ്സ് ആയിരുന്നോ? ലൈക് ആക്ടിംഗ് പറയുമ്പോ ഒരു ഭാഗമല്ല, ഡയറക്ഷൻ പറയുമ്പോ എൻറ്റയർ ഫിലിം താങ്കളുടെ ഷോൾഡേഴ്സിലാണ്. അതെ അതെ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ടത്. അധികം ഇയാളുടെ ഇയാള് എന്താ ഡയറക്ടർ ഇമാജിൻ ചെയ്തിരിക്കുന്ന ആ ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതില് അങ്ങനെയല്ല. പിന്നെ എല്ലാം നമ്മളുടെ അടുത്താണ്, നമ്മളാണ് ഉത്തരം പറയേണ്ടത് എല്ലാറ്റിനും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും. പിന്നെ അത് കുറച്ചും കൂടി വലിയ പ്രോസസ്സാണ്. അത് നമ്മൾ ഒരുപാട് സമയം മാറ്റി വെക്കേണ്ട പ്രോസസ്സാണ്. ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഭയങ്കര പേടി ഉണ്ടായിരുന്നു സിനിമ സംവിധാനം ചെയ്യുന്നതിന്. പക്ഷെ അത് ചെയ്താലേ എനിക്ക് ഈ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെയ്താലേ പറ്റുള്ളൂ. ഞാനത് എനിക്ക് പറ്റാവുന്ന പോലത്തെ ഒരു നല്ല സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ സിനിമയ്ക്ക് പുറമെ ഇപ്പൊ റോഷൻ മാത്യുവിന്റെ പ്ലേ ബൈ ബൈ ബൈപാസിലും ഭാഗമായിരുന്നു. അപ്പൊ അതിപ്പോ ഷോ കഴിഞ്ഞല്ലേ കൊച്ചിയില്? അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ലൈവ് പെർഫോമൻസും അതുപോലെ തന്നെ വ്യൂവേഴ്സ് റിയാക്ഷൻ ലൈവായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ? ഞങ്ങൾ ഒരു പ്ലേ മുമ്പ് ചെയ്തിരുന്നു, വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു രണ്ടാമതൊരു നാടകം കൂടി ചെയ്യാൻ പറ്റിയത്. റോഷന് സംവിധാനം ചെയ്യാൻ പറ്റിയത്, ഞങ്ങൾക്കൊക്കെ അതിൽ നിൽക്കാൻ പറ്റിയത്. ഇത് കുറച്ചും കൂടി ആൾക്കാർ എന്താ പിന്നെ അപേക്ഷിച്ച് അതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കുന്ന നാടകമാണെന്ന് തോന്നുന്നു. ഞാൻ തിയേറ്റർ ചെറുപ്പം മുതലേ തിയേറ്ററുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാനൊരു അധികം വഴികൾ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധികം ഇല്ലായിരുന്നു. പക്ഷെ ഇത് വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ശ്രമം റോഷന്റെയും ദർശനയുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ പ്ലേ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഫാമിലിനെയും കുട്ടികളെയും നൊസ്റ്റാൾജിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്ലേ ആണ്. അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് അത് ഇപ്പോ എനിക്ക് എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിലെ എന്റെ ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് നാടകം.
ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. വേറെ എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്, ആക്ടിംഗിലായാലും ഡയറക്ടിങ്, അപ്പൊ അതിലെന്താണ് പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ് രാജേഷ്? ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് ധീരൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിയേഴ്സ് എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ദേവദത്ത് ഷാജി സംവിധാനം ചെയ്യുന്ന സിനിമ. അത് ജൂലൈയില് ആണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉടനെ ഉണ്ടാവും. അത് ആ ടൈറ്റിൽ ക്യാരക്ടർ, ധീരൻ എന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് ഇനി വരാൻ പോകുന്ന ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള വർക്ക്. അതൊക്കെയായിരുന്നു രാജേഷ്, എനിക്ക് രാജേഷിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അപ്പൊ നാളെ മരണമാസം മറ്റന്നാളെ മരണമാസം OTT-യിലേക്ക് വരികയാണ്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ്, ലാർജർ ഓഡിയൻസ് ആണ്, എസ്പെഷ്യലി സോണി ലീവ് ഒക്കെ വരുമ്പോ. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ്? കണ്ട എല്ലാവരും, കണ്ട കുറേ അധികം ആൾക്കാർ പേഴ്സണലി വിളിച്ച് അഭിനന്ദിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് മരണമാസത്തില് ശിവനും എന്താ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ ടോയിനോ ഒക്കെ സിജു ഒക്കെ തന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറുകളിൽ ഒന്നായിരിക്കും. അത് ബേസിലിന്റെ കൂടെ അഭിനയിച്ചു എന്നുള്ള പിന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ വളരെയധികം എൻ്റെ അടുത്ത സുഹൃത്ത് ശിവന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഞാൻ വളരെയധികം സൂക്ഷിച്ചും സ്നേഹത്തോടെയും ചെയ്ത ക്യാരക്ടറാണ്. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അത് OTT-യിൽ എത്തുമ്പോൾ കുറച്ചും കൂടി അധികം ആൾക്കാർ കാണണം, ഇത് ഈ നല്ല അഭിപ്രായങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ അതാണ് സന്തോഷം. താങ്ക് യു രാജേഷ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു.